കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കണതെന്ന് അറിയില്ല. ചിലപ്പോൾ അമ്പാടിയിലെ രൂപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദശാവതാര രൂപങ്ങളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്ത് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം. അതിന് മുന്നിലേക്ക് നോക്കിയാൽ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം, അതൊക്കെ കണ്ട് നമ്മളങ്ങനെ വന്ന് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ ആ കെടാവിളക്ക് കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ പ്രകാശം. അത് പൊതുവേ നിത്യമുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ ഒന്നാമത് ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു. അതിൻ്റെയും ഒക്കെ പ്രഭ അങ്ങനെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഇന്നിപ്പോൾ കാണാനുള്ളത് ഉണ്ണിയുടെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്. എങ്ങനെ വെച്ചാൽ നിൽക്കുന്നല്ല, മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ വെണ്ണ കഴിക്കുന്ന ഉണ്ണിയാണ്. അതാണ് ഇപ്പം ഇന്നത്തെ ആ അലങ്കാര രൂപം. അപ്പോൾ എങ്ങനെ വെച്ചാൽ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ നൂലുകൾ. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. അങ്ങനെ 2 കൈ ഇങ്ങനെ കാണാണ്ട്, കൈത്തളകൾ കാണാണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ കുത്തിയെണ്ണ നിലത്ത്. അതിൻ്റെ അടുത്ത് തന്നെ കൈയിൻ്റെ അടിയിൽ ഓടക്കുഴലും കൂടി വെച്ചിട്ടാണ് ഇടത്തെ കൈ വെച്ചെണ്ണ. വലത്തെ കൈയിലാണ് വെണ്ണ ഉരുള എന്താ വെച്ചാൽ നല്ല സ്വർണ്ണ പാത്രത്തിൽ വെണ്ണ കൊടുന്ന് വെച്ചെണ്ണ. ആ വെണ്ണ അതിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കയ്യിലാണ് വെണ്ണ. അതിൽ നിന്നിങ്ങനെ കുറേശ്ശെ ഇറ്റിറ്റ് പോകണമുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ ചാടി പോകുന്ന പോലെയൊക്കെ കാണാനുണ്ട്. വളരെ പുഞ്ചിരിയോടുകൂടിയാണ്. കാരണം എന്തിനാപ്പോൾ ഇനി ചിരിക്കാതിരിക്കണേ? ധാരാളം വെണ്ണ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ആർക്കാ വേണ്ടിച്ചാൽ തരാം, എനിക്കിഷ്ടം പോലെ കഴിച്ചു, ഇനി ബാക്കിയാണ് എന്നൊക്കെ പറയുകയാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല വെണ്ണ എന്നാണ് പറയുക കണ്ണനെ. എന്നാലും നമുക്കൊക്കെ തരാമെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ ആ മുഖത്ത് അതിൻ്റെ ഒരു പ്രസന്നതയുണ്ട്. നല്ല പുഞ്ചിരിയാണ്. കാരണം നിറച്ച് വലിയ സ്വർണ്ണ പാത്രത്തിൽ നിറച്ച് വെണ്ണ അങ്ങനെ കാണുമ്പോൾ ആർക്കായാലും സന്തോഷം ഉണ്ടാവുമല്ലോ. അതുതന്നെ അവിടെയുള്ളത്. തിരുനെറ്റിയിലാണെങ്കിലോ ഗോപീതിലകം, പൊന്നിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 2 കാതിലും 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ 3 പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ഉണ്ണിയുടെ ആ ഒരു കാഴ്ചയാണ്. പിന്നെ തിരുമുടി മാല 2 ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ ചുവന്ന പൂവും തുളസിയും കൂടിയുള്ളതൊന്നും, പിന്നെ വെളുത്ത പൂവും തെച്ചിയും കൂടിയുള്ളതും. അതേപോലെ തന്നെ 2 ഉണ്ടമാലയുണ്ട്. 2 ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി ഒന്നായിട്ട്, പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ള വേറൊന്നും. അങ്ങനെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും ചാർത്തിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വളരെ സന്തോഷവാനായിട്ട് അങ്ങനെ ആ വെണ്ണക്കണ്ണനായിട്ടിരിക്കുക. വെണ്ണ മുട്ട് കുത്തിയിട്ട് വന്നിട്ട് എടുക്കുന്ന ഉണ്ണിയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്നങ്ങനെ വിചാരിച്ച്, സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയാൽ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക.
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം, ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നേരെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമീനെ കാണാം. അപ്പോൾ ഒന്ന് കണ്ട് തൊഴുത് പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറയും അതേപോലെ മുളയറയൊക്കെ കണ്ട് തൊഴുത് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് കുറൂരമ്മയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമ്മൾ മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടിയ പോലെ ആവും. പിന്നീട് അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വെണ്ണ എടുത്ത് കഴിക്കുന്ന ഉണ്ണീനെ കണ്ട് തൊഴുത് നമ്മൾ കൂത്തമ്പലത്തിലും വരിക, അവിടെയും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തിയ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ വേണുഗോപാലിനെ കാണാം, കണ്ടു തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് അന്നലക്ഷ്മി ഹാളിൻ്റെ അതിലിങ്ങനെ പോന്നു കഴിഞ്ഞാൽ നേരെ നാരായണാലയം കാണാം. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം. അത് കണ്ട് തൊഴുത് നമ്മൾ പിന്നെ വീണ്ടും അങ്ങനെ നടന്ന് ഭഗവതി നടയിലും അതേപോലെ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്ക് വശത്തുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് അവിടെ വന്നാൽ നേരെ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനിയിപ്പോൾ 26ഉം 27ഉം രാവിലെ 4 മണി തൊട്ടിട്ട് 11:30 വരെ ദർശനം ഉണ്ടാവില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളൂ. വരുന്ന ആളുകളൊക്കെ 26-ാം തീയതിയൊക്കെ അതായത് അഭിഷേകങ്ങളാണ്, കലശാഭിഷേകങ്ങളാണ്. ബ്രഹ്മകലശവും തത്വകലശവും ഒക്കെ ആയിട്ട് സഹസ്രകലശമാണ് 26, 27-ന് ബ്രഹ്മകലശം. അപ്പോൾ അതിൻ്റെ തിരക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ 11:30 കഴിഞ്ഞിട്ടാണ് തുറക്കുള്ളൂ എന്നർത്ഥം. അതായത് അകത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാവരും ചിന്തിക്കുക. പിന്നെ 28-ാം തീയതി ആനയൂട്ടാണ്, ആന ഓട്ടാണ്. അപ്പോൾ അത് ഉച്ചരിഞ്ഞിട്ട് പിന്നെ ദർശനം ഉണ്ടാവില്ല എന്നുള്ളതും
അങ്ങനെയാണിപ്പോൾ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ച് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരിക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.